ഒരു ഭരണകക്ഷി MLA മുഖ്യമന്ത്രിക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും അത് പ്രതിരോധിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടുള്ള ആരോപണമല്ല ഈ ഭരണകക്ഷി MLA ഉന്നയിച്ചിട്ടുള്ളത്. ഇന്നലെയും MLA വളരെ കൃത്യമായിട്ട് പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നു എന്ന് പറയപ്പെടുന്ന ഉപജാപക സംഘത്തിനെതിരായിട്ടും ഉള്ള ആക്ഷേപങ്ങളും പരാതികളുമാണ് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഈ ഭരണകക്ഷി MLA വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് പാർട്ടിയിലെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ അവരുടെ താല്പര്യം പ്രകാരമാണ്, അവരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന് അദ്ദേഹം ആരോപിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒരു ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ADGPയും ഇവരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള സംഘത്തിന്റെ നിയന്ത്രണം, അല്ലെങ്കിൽ ആ സംഘം മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി അദ്ദേഹത്തിന്റെ അറിവോടും അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരവുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഒരു റിയാസിന് വേണ്ടിയാണോ പാർട്ടി എന്നുള്ള ചോദ്യമാണോ ഉയർത്തിയത്. പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി ഡൽഹിയില് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തിന് മറുപടി പറയുന്നതിന് പകരം മാർക്സിസ്റ്റ് പാർട്ടിയെയും സർക്കാരിനെയും ഇടതുപക്ഷ മുന്നണിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത്. അതിനുശേഷം ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഉയർന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ പാർട്ടിക്കെതിരായിട്ടുള്ള ആരോപണമാണ്. കഴിഞ്ഞ കാലങ്ങളിലും മുഖ്യമന്ത്രിമാർക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് തൊട്ട് VS അച്യുതാനന്ദൻ വരെയുള്ള എല്ലാ CPM മുഖ്യമന്ത്രിമാർക്കെതിരായിട്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആരോപണങ്ങളിൽ പുതുമയില്ല എന്നുള്ളൊരു സമീപനമാണ് എടുത്തത്. MV ഗോവിന്ദൻ മാഷ്ക്ക് എന്നേക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് അറിയേണ്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഓർമ്മിപ്പിക്കണ്ട. പക്ഷേ ഒരു ഭരണകക്ഷി MLA മുഖ്യമന്ത്രിക്കെതിരായിട്ട്, അത് 57-ലാണെങ്കിലും ഏറ്റവും ഒടുവിൽ VS അച്യുതാനന്ദന്റെ കാലത്താണെങ്കിലും ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. പാർട്ടിയുടെ താല്പര്യത്തിനും ജനങ്ങളുടെ താല്പര്യത്തിനും എതിരായിട്ട് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം, അങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് EMSനെയും ബാക്കിയുള്ളവരുടെയും ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ഭരണത്തിൽ വരുമ്പോൾ പ്രതിപക്ഷം എടുക്കുന്ന സമീപനമാണിത് എന്ന് ഒരു വ്യാഖ്യാനം, ആ വ്യാഖ്യാനം ചമയ്ക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം, ആ ശ്രമം വിലപ്പോവില്ല. മാത്രമല്ല, ഇപ്പോ പാർട്ടിയുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് ഈ ആരോപണങ്ങളിൽ ഒന്നിനും മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹം അതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സംശയങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എന്ത് ഉദ്ദേശത്തോടുകൂടി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ശരി, ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടന്ന് അതിനെക്കുറിച്ച് യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ഭയപ്പെടുന്നു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് ഫോൺ ചോർത്തലിനെ കുറിച്ച് അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി, ബഹുമാന്യനായിട്ടുള്ള ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. ചീഫ് സെക്രട്ടറിക്ക് ഞാൻ കത്തെഴുതി. മറുപടിയില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് ഒരക്ഷരം ഇട്ടിട്ടില്ല.
ഫോൺ ചോർത്തൽ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഭരണഘടനയുടെ 22-ാം വകുപ്പ് ഉറപ്പു നൽകുന്ന സ്വകാര്യതയുടെ ലംഘനമാണ്. പക്ഷേ സുപ്രീം കോടതി തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള ഈ തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യം നടക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടതിന് ശേഷവും അതിനെക്കുറിച്ചുള്ള വസ്തുതകൾ ഞാൻ ആവശ്യപ്പെട്ടത് സർക്കാരിന്റെ അറിവോടുകൂടിയാണോ ഈ ചോർത്തൽ നടക്കുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കണം. പക്ഷെ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അപ്പൊ അതിനർത്ഥം സർക്കാർ പലതും ഒളിച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. സർക്കാരിന് പലതും ഭയമാണ്. ഇപ്പൊ ഇന്നലെ അൻവർ പറഞ്ഞ കരിപ്പൂരിൽ നടക്കുന്നു എന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കടത്ത്, ആ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ അത് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകും എന്ന് എനിക്ക് അഭിപ്രായമില്ല. അതിനു പകരം അന്വേഷണം നടക്കണം. അങ്ങനെയാണെങ്കിൽ അന്വേഷണം നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയട്ടെ. അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരട്ടെ. അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ, കസ്റ്റഡിയിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരട്ടെ. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ശ്രദ്ധ തിരിച്ചുവിടാൻ, അതിനിടയിൽ നിങ്ങൾ എല്ലാവരും കണ്ടു RSS ജനറൽ സെക്രട്ടറിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള പുതിയൊരു വിവരം അന്ന് പുതുതായിട്ട് കൊണ്ടുവന്നു. അതിന്റെ പേരിലാണ് തൃശ്ശൂരിൽ പൂരം അലങ്കോലപ്പെടുത്തി ആണ് തൃശ്ശൂരിൽ പരാജയപ്പെട്ടത് എന്നുള്ളത് വന്നു. ഇതൊക്കെ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. ശ്രീമാൻ പിണറായി വിജയൻ, അദ്ദേഹത്തിന് ഇങ്ങനെ അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കാൻ അദ്ദേഹം അർഹനല്ല, യോഗ്യനല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി വേറെ മുഖ്യമന്ത്രിയെ കണ്ടെത്തുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ തന്നെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്വർണ്ണക്കടത്തിന് മായിട്ടുള്ള വിഷയങ്ങളിൽ സ്ഥിരമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടുന്നത് എന്തുകൊണ്ട്? തിരുവനന്തപുരത്തെ കേസിൽ 3 മാസത്തിലധികം ജയിലിൽ കിടന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണെങ്കിൽ ഇപ്പോ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ടാണ്. അപ്പൊ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഉയർന്നു വരുമ്പോ മുഖ്യമന്ത്രി ഇതിനെയൊക്കെ അതിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് നേരത്തെ സംശയം തോന്നിയിരുന്നു. അങ്ങനെ സംശയം തോന്നിയിരുന്നെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം, അൻവറിനെതിരായിട്ട് ഫോൺ ചോർത്തലിന്റെ പേരിൽ ഒരു കേസെങ്കിലും സർക്കാരിന് എടുക്കാമായിരുന്നില്ലേ? സ്വയം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, ഞാൻ ചോർത്തി. എന്താ ഇതുവരെ ഒരു കേസ് എടുക്കാതിരുന്നത്? അതിനർത്ഥം മുഖ്യമന്ത്രിക്ക് പരസ്യമായിട്ട് അൻവറിനെതിരായിട്ട് ഒരു നിലപാടിലേക്ക് പോകാൻ, ഇപ്പോ ഞങ്ങള് ബന്ധം വിച്ഛേദിച്ചു എന്നൊക്കെ പറയുന്നുണ്ടാവും, പക്ഷെ ഇപ്പോഴും അൻവറിനെതിരായിട്ട് ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്റെ പേരിൽ, ഈ പറഞ്ഞ തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പേരിൽ ഒരു നിയമ നടപടിക്കും സർക്കാർ ഇതുവരെ മുതിർന്നിട്ടില്ല. അപ്പൊ അതിനർത്ഥം മുഖ്യമന്ത്രിക്ക് ധാരാളം കാര്യങ്ങൾ ഒളിച്ചു വെക്കാനുണ്ട്, ധാരാളം കാര്യങ്ങൾ ഭയക്കാനുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി, ജനങ്ങളെ ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രി, അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കാൻ അങ്ങനെ ഒരു വ്യക്തിക്ക് അർഹതയില്ല. അതുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ഭരണം ഒഴിയണം, പുതിയ ജനവിധി തേടുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ആശാസ്യമായിട്ടുള്ള കാര്യം. അതാണ് എനിക്ക് ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ ഇപ്പോ ഈ പൊതുവെ BJPക്ക്, ഉള്ളിയേണ്ട കാര്യമൊക്കെ പറഞ്ഞാൽ പൊതുവെ BJPക്ക് ഒരു പിണറായി വിജയനോട് ഈ അൻവർ വിഷയം ഉയർന്നു വന്നതിന് ശേഷം ഒരു
പിണറായി വിജയനോടൊരു അനുകൂല ഒരു സോഫ്റ്റ് ലൈൻ ഉണ്ടാവും എന്ന് പൊതുവെ ഒരു സംശയം വരുന്നുണ്ടല്ലോ. ഇപ്പൊ സ്വാഭാവികമായിട്ട് അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പൊ പിണറായി വിജയന്റെ വാർത്താ സമ്മേളനങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ഹിന്ദു ഐക്യവേദിയും BHP പോലുള്ള ഹിന്ദു സംഘടനകളുടെ നേതാക്കളാണ്. അത്തരത്തിൽ ഒരു നീക്കോടെ ഉണ്ടോ? കേരളത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെയും BJPയുടെയും പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ സംഘർഷങ്ങളിലൂടെ വകവരുത്തിയിട്ടുള്ള പാർട്ടിയാണ് CPM. CPM വിട്ട് BJPയിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ് അതിൽ ബഹുഭൂരിപക്ഷം. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ നേതാവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ധാരണയോ ഒത്തുതീർപ്പോ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു കാരണവശാലും സാധ്യമല്ല. മാത്രമല്ല, ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിയാണെങ്കിലും ശ്രീ അമിത്ഷാജി ആണെങ്കിലും എല്ലാ ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അവരുടെ പൊതുപ്രസംഗങ്ങളിലും അതോടൊപ്പം അല്ലാത്ത പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിട്ടുള്ള പ്രസംഗങ്ങളിലും, അതിന്റെയൊക്കെ മാധ്യമങ്ങൾക്ക് പ്രവേശനമുള്ള സ്ഥലങ്ങളിലും ഇല്ലാത്ത സ്ഥലങ്ങളിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ, ആ നയങ്ങളിലാണ് കേരളത്തെ പുറകോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, 29% തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ രാജ്യത്തോട് കൂറില്ലാത്തവരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയുമായിട്ട് ആശയപരമായോ പ്രായോഗികമായിട്ടോ ഇനി അല്ലാത്ത തരത്തിലുള്ള വിട്ടുവീഴ്ചകളോ ഒരു കാരണവശാലും സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും ഷെയർ ചെയ്യുന്നുള്ളത് എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുന്നു. ഞങ്ങൾ ഈ ഇന്നോ നാളെയോ അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടക്കുകയാണ്. ഔപചാരികമായിട്ട് ഉള്ള തീരുമാനം പാർട്ടി പ്രസിഡന്റ് പ്രഖ്യാപിക്കും. ഈ അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അൻവർ ഉന്നയിച്ച ആരോപണം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. എന്റെ ചോദ്യം യോജിക്കുന്നുണ്ടോ അല്ലല്ല, ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ADGP, പൊളിറ്റിക്കൽ സെക്രട്ടറി ഇവരെ നടത്തുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി കുടപിടിക്കുന്നു, സംരക്ഷണം ഒരുക്കുന്നു. ഈ കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാൻ. അൻവർ വേറൊരു കാര്യം കൂടി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഒരുപോലെയാണ്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിൽ കോൺഗ്രസിനെയോ മാത്രമല്ല ഉദ്ദേശിച്ചതെന്ന് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. BJPയെയും അല്ലെങ്കിൽ മറ്റെല്ലാ പാർട്ടിയെയും അതിൽ ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ആരോപണം അതിനോട് എങ്ങനെയാണ് താങ്കൾ? അല്ല, ആ കാര്യത്തിൽ കോൺഗ്രസും CPMഉം ഒന്നാണെന്ന് അൻവർ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ല, അത് പ്രത്യേകം ചോദിക്കുകയും ചെയ്തു. കോൺഗ്രസ് മാത്രമാണോ എന്ന് ചോദിച്ചപ്പോൾ അത് കോൺഗ്രസ് മാത്രമല്ലെന്ന് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു കാരണവശാലും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടും കോൺഗ്രസുമായിട്ടും ഒത്തുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് അവരുമായിട്ട് ഒരു ധാരണയും ഞങ്ങൾക്ക് ഇല്ല, ഉണ്ടാവുകയില്ല. അല്ല, അങ്ങനെ ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ് ഈ സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെ പല കേസുകളും ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേരെ ഉയരുന്ന ഒരു കേസുകളും തെളിയിക്കപ്പെടാത്തത്. അങ്ങനെ ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ്. തെളിയിക്കപ്പെടാതിരുന്നിട്ടില്ല ഒരു കേസും. എല്ലാ കേസുകളും കോടതിയിലാണ്, ആ കോടതിയുടെ മുന്നിൽ പരിഗണനയിലാണ്, അന്വേഷണത്തിലാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള കേസ് പോലും ലഘുവായിട്ടുള്ള തരത്തിലുള്ള വകുപ്പുകൾ ചുമത്താനുള്ള നീക്കങ്ങൾ ചില കേന്ദ്രങ്ങളിൽ ഉണ്ടായെങ്കിലും SFIO നേരിട്ട് അന്വേഷിക്കുന്ന ഒരു തലത്തിലേക്ക് അത് മാറിയത്. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള വിട്ടുവീഴ്ചയൊന്നുമില്ല. കേസിന്റെ അന്വേഷണം കേസിന്റെ വസ്തുതകളും ബാക്കിയുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പോകും. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞത് RSSഉം പിന്നെ അതുപോലെ തന്നെ ADGPയും വരെ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച മറുപടി RSS നേതൃത്വം പറയുന്ന ഇത്ര ആഴ്ചകൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് RSS നേതൃത്വത്തിൽ പറയാതിരിക്കുന്നത്? അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന നീതികേടല്ലേ, അധാർമികമല്ലേ? RSSന് അത് മറുപടി പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടല്ലേ?
തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. അല്ല അതാ പറയാ RSS നാട്ടിലെ സമൂഹത്തോടൊരു ബാധ്യതയൊന്നുമില്ലേ? അല്ല അതിന് ആ മറുപടി RSS ആണല്ലോ പറയും. അല്ല അതന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. താങ്കൾ ഒരു BJP പോലെ വലിയൊരു നേതാവ്, മുൻ കേന്ദ്രമന്ത്രി, അപ്പൊ ഈ RSS മാത്രമായിട്ട് എന്തെങ്കിലും നയങ്ങളും തീരുമാനങ്ങളും എന്നെ നേരിട്ട് ബാധിക്കുന്ന, എന്റെ പാർട്ടിയെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വമാണ് എന്റേത്. RSS എന്നോട് ഹൈഡ് ചെയ്യുന്നത്? RSS ഹൈഡ് ചെയ്യുന്നില്ലല്ലോ. RSS പരസ്യമായിട്ട് പല പ്രവർത്തനങ്ങളും ഇപ്പോഴും നടത്തുകയല്ലേ. അല്ല ഞാൻ പറഞ്ഞത്, ഒരു സംസ്ഥാന സർക്കാരിന് ഒരു ഭരണത്തിലിരിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിരവധി രാഷ്ട്രീയ ആരോപണങ്ങൾ വരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് പോയതെന്ന് ആരോപണം വരുന്നു. രണ്ട് സമയത്ത് തൃശ്ശൂരും അതുപോലെ തന്നെ ഈ ചർച്ചകൾ നടന്നതായിരിക്കും, നമുക്കറിയാവുന്ന രണ്ട് കാര്യങ്ങൾ. എന്നിട്ടും എന്തുകൊണ്ട് RSS ഈ മൗനം തുടരുന്നു? RSS ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ലേ? അതായത് ഇതിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ADGPയെ സംരക്ഷിക്കാൻ ഞങ്ങള് അതനുസരിച്ചുള്ള നിലപാടെടുത്തേനെ. ഞങ്ങൾ പരസ്യമായിട്ട് ഈ ADGPയുടെ കൊള്ളരുതായ്മകൾക്കെതിരായിട്ടും പേരെടുത്തു പറഞ്ഞുകൊണ്ട് അജിത് കുമാർ കാണിക്കുന്ന ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കണം എന്ന് ഞങ്ങൾ തന്നെ ആവശ്യപ്പെടുമ്പോ ഈ പറഞ്ഞ ധാരണയുടെ എന്നുള്ള ഒരു സംശയം, ആ സംശയത്തിന് സ്ഥാനമില്ലല്ലോ. സ്ഥാനമുണ്ടല്ലോ. RSS ആണ് BJP പോലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്നത്, കാര്യം തർക്കമൊന്നുമില്ല. അത്തരത്തിലുള്ള ഈ RSSന് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇനി ഒരു വാദത്തിന് വേണ്ടിയിട്ട് സമ്മതിച്ചാൽ RSSനെ കണ്ടു ധാരണയായി, അപ്പൊ പിന്നെ ഈ പത്രസമ്മേളനം ഞാൻ നടത്തില്ലല്ലോ. അല്ല അതൊക്കെ രാഷ്ട്രീയ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. വളരെ ഉത്തരവാദിത്തപൂർവ്വം മുഴുവൻ രാഷ്ട്രീയ കക്ഷികൾ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അതിൽ ഒരു പക്ഷത്തെ RSS, മറുപക്ഷത്തെ ADGP ആണ്. ADGPയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് നിങ്ങൾ തന്നെ പറയുന്നു. എങ്കിൽ RSSന് എന്തുകൊണ്ട് തുറന്നു പറഞ്ഞുകൂടാ? ADGP ഞങ്ങളെ കാണാൻ വന്നത് ഇതിന്റെ കാര്യത്തിനാണെന്ന് പറയേണ്ട ബാധ്യതയില്ലേ? അതായത് ഞാൻ പറയാം, ഇത് രണ്ട് സാധ്യതകൾ. ഒന്ന്, ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഞങ്ങൾ പരസ്യമായിട്ട് രംഗത്ത് വരുന്നത് അതൊരു രാഷ്ട്രീയ നിലപാടാണെങ്കിൽ നാളെ RSSനും പറയാലോ ഇതേപോലത്തെ ഒരു പരസ്യ നിലപാട്. അപ്പൊ അതിന്റെ വിശ്വാസ്യത നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അപ്പൊ RSSനെ കണ്ടു കണ്ടില്ല എന്നുള്ള വിഷയത്തിൽ ആ വിഷയത്തിൽ ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ ഞാൻ എടുക്കുന്ന നിലപാട്, ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന നിലപാട്, ആ നിലപാട് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന്റെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തടയപ്പെടണം. അതില് അന്വേഷണം അതിന്റെ ഒരു ലോജിക്കൽ എൻഡിലെത്തണം. അയാൾക്കെതിരായിട്ട് നടപടിയെടുക്കണം. മുഖ്യമന്ത്രി അയാളെ സംരക്ഷിക്കാൻ പാടില്ല. അത് തൽക്കാലം നിങ്ങളുടെ മുന്നിൽ എടുക്കുന്ന ഒരു അവസരവാദപരമായിട്ടുള്ളതോ രാഷ്ട്രീയമായിട്ടുള്ളതോ ഉള്ള നിലപാടല്ല. അതാണ് ഞങ്ങളുടെ യഥാർത്ഥ നിലപാട്.